അതായത് മൂന്നാമത്തെ നാള് വിപത്ത്, അഞ്ചാമത്തെ നാള് പൃഥ്വിര, ഏഴാമത്തെ നാള് വധം. അതായത് ഇങ്ങനെ ആണ് പറയുന്നത്. ഇപ്പം ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്രാട നക്ഷത്രത്തിലാണ് അന്ന് ചന്ദ്രൻ നിന്ന് എന്നർത്ഥം. ഉത്രാടം ഞാറ്റുവേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നക്ഷത്രത്തിലാണ് ആ സമയത്ത് സൂര്യൻ നിൽക്കുന്നത് എന്ന്. 3, 5, 7 ഈ നാളുകാരുമായി കൂടുതൽ ബന്ധം വരരുത് എന്നാണ് പറയുന്നത്. ജെയിംസ് പോൾ സർ, നക്ഷത്രങ്ങളെ പറ്റി ഒരു വിശകലനം നടത്തിയാലോ? അതായത് ആയില്യത്തിനെ പറ്റി പറയും, ആയില്യം എന്ന് പറയും. നക്ഷത്രങ്ങളെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും എലിസബത്ത് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഒരു സാധാരണ രീതിയിൽ പറയുന്ന ഒരു വാചകമാണിത്. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ 7 നാൾ വിതയ്ക്കിൽ വിളയാ ഭൂമിയിൽ യാത്ര പോകിൽ അവൻ വരാം. യമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണി, രുദ്രൻ എന്ന് പറഞ്ഞാൽ തിരുവാതിര, അഹി എന്ന് പറഞ്ഞാൽ ആയില്യം, യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ 7 നാൾ. യമൻ, രുദ്രൻ, മുപ്പൂരം, പൂരം, പൂരാടം, പൂരുട്ടാതി. യമരുദ്ര അഹി അപ്പോൾ 3 ആയില്ലേ, മുപ്പൂരം 6, തൃക്കേട്ട 7. ഈ 7 നാളുകളാണ് പൊതുവെ മുഹൂർത്തത്തിൽ ശുഭകാര്യങ്ങൾക്ക് എടുക്കാൻ പാടില്ലാത്ത എന്നാണ്. പാടില്ല, അതിന് പറയുന്ന ഷോർട്ട് ഫോമാണിത്. അപ്പോൾ ഇത് ഒരു പ്രശ്ന വിഷയത്തിൽ അല്ലെങ്കിൽ മുഹൂർത്ത വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും വല്ല കല്യാണമൊക്കെ നടക്കുകയാണ് എങ്കിൽ അന്ന് ഏത് നാളാണെന്ന് ജസ്റ്റ് ആ കലണ്ടറിലൊന്ന് നോക്കുക. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസും എന്താണെന്ന് കാലാന്തരത്തിൽ മനസ്സിലായിക്കോളും. അതെന്തൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസസ്? ഈ നാളുകളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ശുഭമാവാറില്ല എന്നർത്ഥം. മറ്റ് പല ഘടകങ്ങളും അതിനകത്ത് ബാധിക്കുന്നുണ്ടാകാം. അപ്പോൾ ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ ചില നാളുകാർ നമ്മൾ ഈ ജ്യോതിഷമൊക്കെ മറ്റേ നമ്മുടെ നാളിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് ഈ ഇന്ന നാളുകാർ അത് ഇന്ന സ്വഭാവ സവിശേഷത ഉള്ളവരായിരിക്കും, ഇന്ന നാളുകാർ അങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓരോ നാളുകാരുടെ പ്രത്യേകത, ഓരോ നാളുകാർ. പക്ഷെ അവിടെ ഈ പ്രധാനമായിട്ട് ഈ പറഞ്ഞ ജാതകത്തിലെ ഫലങ്ങളും കൂടി അതിനെ ആശ്രയിച്ചിരിക്കും. ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങളെക്കാൾ ഉപരിയായിട്ടുള്ള ജാതകത്തിലെ ഫലങ്ങൾ കൂടി ആശ്രയിച്ചിരിക്കും. ഇവിടെ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രന് ബലമുണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന രീതിയിൽ ആ നക്ഷത്രങ്ങളുടെ ഫലങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ളൂ. ഒരു ഇപ്പോൾ കാർത്തിക നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആ നക്ഷത്രത്തിലാണ്, നക്ഷത്ര സമൂഹത്തിലാണ് ചില ഒറ്റ നക്ഷത്രങ്ങളുമുണ്ട്, 2-3 കൂടുന്ന നക്ഷത്ര സമൂഹങ്ങൾക്കും ഈ പേരുണ്ട്. അവിടെ അന്ന് ചന്ദ്രൻ നിൽക്കുന്നതാണ് ഈ ആ നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. ഇപ്പം ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്രാട നക്ഷത്രത്തിലാണ് അന്ന് ചന്ദ്രൻ നിന്ന് എന്നർത്ഥം. ഉത്രാടം ഞാറ്റുവേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നക്ഷത്രത്തിലാണ് ആ സമയത്ത് സൂര്യൻ നിൽക്കുന്നത് എന്നാണ് അർത്ഥം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞായർ എന്ന് പറയുന്നത് സൂര്യനെയാണ്. ഞാറ്റുവേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ പാടത്ത് നടന്ന ഞാറുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ ഞായർ എന്ന് പറയുന്നത് സൂര്യനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞായറാഴ്ച സൂര്യൻ്റെ ദിവസമാണ്, ആ സമയത്ത് തിങ്കളാഴ്ച ചന്ദ്രൻ പ്രത്യേകം പറയണല്ലോ. അപ്പം ഇത് പറയുന്നത് ശരിയല്ലേ? ഞായറാഴ്ച സൂര്യൻ്റെ ദിവസമാണ്, തിങ്കളാഴ്ച ചന്ദ്രൻ്റെ ദിവസമാണ്, അങ്ങനെയാണല്ലോ ആ മുറയ്ക്ക് പോകുന്നത്. അതിൽ ചെറിയൊരു വ്യത്യാസം നമുക്കിപ്പോൾ വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്, വെള്ളി എന്ന് ഉദ്ദേശിക്കുന്നത് ശുക്രനെയാണ്. ബാക്കിയെല്ലാം ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിന് വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഉത്രാടം ഞാറ്റുവേലയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്രാട നക്ഷത്രത്തിൽ അന്ന് ആദിത്യം നിൽക്കുന്നു എന്നാണ് അർത്ഥം. പക്ഷെ പൊതുവെ ആളുകൾ ഈ പറയുന്ന രീതിയിൽ തിരുവാതിര ഞാറ്റുവേല കേട്ടിട്ടുള്ളൂ എന്ന് മാത്രം, അതിനെ പേരുള്ളൂ. അതുപോലെ ഈ പണ്ടുള്ളവരൊക്കെ ചെറിയ ഒരു പഴഞ്ചൊല്ല് പോലെയൊക്കെ പറയാറുണ്ട്, ഈ ആയില്യം അയൽദോഷം. ചില നാളുകാര് ചില ആളുകളുടെ കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ദോഷം സംഭവിക്കുന്നു. അല്ല, അതിപ്പോ വേറൊരു കാര്യമാണ്. നമ്മൾ പറയുമ്പോൾ നമ്മൾ ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ 3, 5, 7 ഈ നാളുകാരുമായി കൂടുതൽ ബന്ധം വരരുത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു നാൾ പറഞ്ഞാൽ ജസ്റ്റ് ഒരു നാൾ പറഞ്ഞു നമ്മൾ ഉത്രാടത്തിന്റെ 3-ാം നാൾ ഏതാ? ഉത്രാടം, തിരുവോണം,
അവിട്ടം. അവിട്ടം. അപ്പോൾ അവിട്ടം നാളുകാരുമായിട്ടുള്ള കൂട്ടുകെട്ടോ ബന്ധങ്ങളോ ഒന്നും ശരിയാവില്ല എന്നാണ് പറയുന്നത്. ശരി. ആ സമയത്ത് അവിടെ ഒരു മനുഷ്യന്റെ ഒരു സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോശത്തിന് കൂടുതൽ പ്രസിദ്ധി കിട്ടും. അതെ അതെ, ശരിയാ. ആ സമയത്ത് നല്ലതിന് അത്രയും പ്രസിദ്ധിയില്ല. നാലാമത്തെ നാൾ നല്ലതാണ്. അതായത് അവിട്ടം കഴിഞ്ഞിട്ടുള്ള നാൾ. അതെ, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, അത് നല്ലതാണ്. നാലാമത്തെ നാൾ നല്ലതാണ്. അത് തന്നെയല്ല, ഈ പൊതുവെ ഈ പറഞ്ഞ മരണകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നാലാമത്തെ ദിവസം അവിടെ നാളല്ല, മരിച്ചിട്ട് നാലാമത്തെ ദിവസം ഈ പറഞ്ഞ അതിൻ്റെ ഈ സഞ്ചയനം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യാമെന്നാണ്. അതിന് വേറൊന്നും നോക്കണ്ട എന്നാണ് ഒരു പ്രമാണം. അങ്ങനെയുണ്ട്. അതുമാതിരി തന്നെ ഈ ഇപ്പം 3 മോശം, 4 നല്ലത്, 5 കൊള്ളൂല. 5-ാം നാൾ വിവാഹത്തിനാണെങ്കിലും ഇതൊക്കെ വർജിക്കണം എന്നൊക്കെയാ പറയുക. 5, 6 കുഴപ്പമില്ല, 7. അത് ജ്യോതിഷത്തിൽ വിപത് പൃഥ്വിയോർ വധ എന്നാണ് പറയുന്നത്. അതായത് 3-ാമത്തെ നാള് വിപത്ത്, 5-ാമത്തെ നാള് പൃഥ്വിര, 7-ാമത്തെ നാള് വധം. അതായത് ഇങ്ങനെ ആണ് പറയുന്നത്. അപ്പോൾ ഈ നാളുകളുമായിട്ടുള്ള ഒരു ബന്ധങ്ങളും പാടില്ല എന്നാണ് പറയുന്നത്. അതുമാതിരി തന്നെ ചിന്തിക്കുന്ന വരുന്ന ഒരു വിഷയമാണ് 8-ാം കൂറിൽ പെടുന്ന നക്ഷത്രക്കാരുമായിട്ടും ഏർപ്പാടുകളൊന്നും പാടില്ല. അതായത് ഇപ്പം എലിസബത്തിൻ്റെ മകരക്കൂറാന്ന് വിചാരിക്കുക. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, അരിയാണല്ലോ മകരക്കൂറ്. അപ്പോൾ അതിൻ്റെ 8-ാം കൂറ് എന്ന് പറയുമ്പോൾ മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം 8-ാമത്തെ രാശിയാണ്. അപ്പോൾ മകം, പൂരം, ഉത്രം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള ബന്ധങ്ങളും പാടില്ല എന്നൊക്കെയാണ് പൊതുവെ ഈ നക്ഷത്ര ഫലങ്ങളിൽ പറയുന്നത്, ജനറൽ പ്രമാണങ്ങൾ പറയുന്നത്. അതുപോലെ ചില നാളുകാര് എന്ത് നട്ടാലും, കുഴിച്ചിട്ടാലും വെറുതെ ഇട്ടാലും അത് നല്ല പോലെ ഉണ്ടാകും, അങ്ങനെ പറയാറുണ്ട്. കാർത്തിക നക്ഷത്രക്കാരൊക്കെ നട്ടു കഴിഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ഉണ്ടാവും എന്നാ പറയുന്നത്. അതെ, വെറുതെ പറഞ്ഞില്ല, പൊള്ളക്കളഞ്ഞാലും ഉണ്ടാവുന്ന. അതെ അതെ, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. വെറുതെ കുഴിച്ചിട്ടാലും നല്ലപോലെ ഉണ്ടാകും, അതിൽ കായ്ഫലം നല്ലപോലെ ഉണ്ടാകും എന്ന് കേട്ടിട്ടുണ്ട്. അത് ചിലരെ സംബന്ധിച്ചോളം അങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് ഈ നാളിന്റെ പ്രത്യേകതയാണോ അതോ ഒരുപക്ഷെ അവരുടെ ജാതകത്തിന്റെ പ്രത്യേകതയാണോ എന്നും അറിയില്ല. അവിടെ ഒരു കാര്യം എലിസബത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജാതകത്തിന്റെ പ്രത്യേകതയാണ് എങ്കിൽ അത് നമ്മൾ ആളുകൾ അറിയുന്നില്ല. ആ സമയത്ത് ആളുകൾക്ക് ഈ ജാതകവുമായിട്ട് വലിയ പരിചയമില്ല. ആ സമയത്ത് നാള് എന്നുള്ള വാക്കാണ് കൂടുതൽ പരിചയം. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നാളിന്റെ ആയിരിക്കാം എന്നങ്ങ് പറയുന്നു വിചാരിക്കാം. അത് ഒരു കൂറിനെയൊക്കെ ആശ്രയിച്ചായിരിക്കും, അല്ലെങ്കിൽ ജാതകത്തിലെ ഫലങ്ങളെ ആശ്രയിച്ചായിരിക്കാം. ചിലരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് ചിലര് ഒരു ദിവസം കണി കണ്ടത് ശരിയാണെങ്കിൽ പിന്നെ നോക്കും വേണ്ട. അതുപോലെ ചില നാളുകാര്, അതെ ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഐല്യത്തെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ അത് പാമ്പിന്റെ നാളാന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു? ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ മൃഗങ്ങളെ പറയുന്നുണ്ട്. മൃഗങ്ങളുണ്ട്, മറ്റേ വൃക്ഷങ്ങളുണ്ട്. അപ്പോൾ അതിൽ ആയില്യത്തിന്റെ നാള് ഇത് പാമ്പാണ്. അതുകൊണ്ടാണ് ആയില്യം പാമ്പിന്റെ നാളാന്ന് പറയുന്നത്. ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോരോ നക്ഷത്ര മൃഗങ്ങളും നക്ഷത്ര വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ ശരീരപ്രകൃതി, ഇപ്പൊ ചിലരുടെ കബക്കൂറുള്ള ശരീരമായിരിക്കും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് നാള് വെച്ചിട്ട് അത് വേണമെങ്കിൽ എങ്ങനെ വിചാരിക്കാൻ പറ്റും. ഇപ്പോ ഈ പൂയം അനിഴത്തിട്ടാൽ ഇത് ശനിയുടെ നക്ഷത്രങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ശനി വാദത്തിന്റെ കാരകനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വാദസംബന്ധമായ അസുഖങ്ങൾ ഇവർക്ക് കൂടുതൽ ഉണ്ടാവാൻ വേണ്ടി അങ്ങനെ അതിനെ ചിന്തിക്കാൻ സാധിക്കും. അപ്പോൾ ഓരോ നാളുകാർക്കും ഓരോ ശരീരപ്രകൃതിയും ഉണ്ടാവും. പിന്നെ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ഓരോ നാളുകാർക്കും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ പായില്യം നാളുകാരാണ് ധരിക്കുക. അവരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സർപ്പത്തിൻ്റെ നോക്കുന്ന ഒരു പ്രതീതിയുണ്ട്. അത് സർപ്പത്തിൻ്റെ മുഖത്തേക്ക് കാണുന്ന അതേ പ്രകൃതികളൊന്നും മനുഷ്യൻ്റെ മുഖത്ത് നോക്കി കാണാൻ പറ്റില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി അതിനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അശ്വതി നക്ഷത്രം, അതിൻ്റെ നക്ഷത്ര മൃഗം കുതിരയാണ്. അപ്പോൾ അശ്വതിക്കാരെ കണ്ടു കഴിഞ്ഞാൽ ആ കുതിരയുടെ ഒരു ചെറിയ ലക്ഷണം ചിലപ്പോൾ അവരുടെ മുഖത്ത് ചിലപ്പോൾ തോന്നാം.
ശരി. അതുപോലെ ചില ഇതുപോലെ വിശ്വസിക്കാൻ കൊള്ളൂല ഇന്ന നാളുകാരാണോ, അയ്യോ അവന് വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് പറയും. നാളിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് ഒരു വിശ്വാസം എനിക്കില്ല. അതെ, അത് ജാതകത്തെ കൂടി ആശ്രയിച്ചിരിക്കും. ഇപ്പൊ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ മനസാക്ഷിക്ക് വിരുദ്ധമായി നുണ പറയുന്നതിൽ വളരെ മിടുക്കരായിരിക്കും. അവരിത് ആ പറയുന്നത് നുണയാണ് എന്ന് ഒരു കാരണവശാലും ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അത് നാളുമായിട്ട് ബന്ധമില്ല. അത് എല്ലാ ആ പറയുന്ന എല്ലാ നാളുകാർക്കും അങ്ങനെ പറയാനൊന്നും കഴിയുന്നില്ല. അത് ജാതകത്തിലെ ഫലങ്ങളെ ആശ്രയിച്ചിരിക്കും. പൊതുവെ ഞാൻ മനസ്സിലാക്കുന്നുള്ളത് കൊണ്ട് രാഹുവാണ് നുണ പറയുന്നതിൽ മിടുക്കൻ എന്നാണ്. രാഹു കേതു കള്ളം കപടം എന്ന് പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.